ഡയറ്റിന്റെ അടുത്ത ഒരു വെറൈറ്റി ആൻഡ് സ്പെഷ്യൽ വെരി സിമ്പിൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പടം കണ്ടപ്പോ മനസ്സിലായോ എന്താ സംഭവം? എന്താണ് മമ്മ? നമുക്കൊരു കടച്ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കായിരുന്നു. അടിപൊളിയാണല്ലോ. കടച്ചക്ക ഇച്ചിരി മൂപ്പ് കുറവുണ്ടെന്ന് തോന്നണം കേട്ടോ. മേടിച്ച കടച്ചക്കയാ. ഓ, നമ്മുടെ കടപ്ലാവേല് പറിക്കാറായില്ല. അത് ശരി. അപ്പൊ കടച്ചക്ക കൊണ്ടുള്ള ഉലർത്ത് കൂട്ടിയാണ് ഇന്ന് വൈകിട്ടത്തെ അത്താഴം. ശരി. എളുപ്പത്തിന് വേവാൻ വേണ്ടി ഞാൻ ഒലത്തുകറിയായിട്ടല്ലേ ഉണ്ടാക്കണത്. നൈസായിട്ടാട്ടോ അരിയണ. നമ്മള് ചാറിനാണെങ്കിൽ ഇച്ചിരി കട്ടിയിൽ അരിയണം. തേങ്ങാപ്പാല് പിഴിഞ്ഞൊരു മപ്പാസം ഉണ്ട്, നമ്മള് വെക്കാറുള്ളതാണ്. ഇതിപ്പോ എളുപ്പത്തിലൊരു ഒലത്തുകറി ഉണ്ടാക്കാനാ. ഒലത്തുകറി ഒന്നും ഇരിപ്പില്ല, അത് കാരണം ഈ കനത്തിലൊക്കെ അരിഞ്ഞാൽ മതിയോ? നമ്മള് വെള്ളത്തിലേക്ക് ഇത് അരിഞ്ഞിടണം. ഇതിന് കറയുണ്ട്. എന്നിട്ട് നമ്മള് കഴുകി വാരിയെടുത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം. എന്നിട്ടാ നമ്മള് പിന്നെ ഒലത്തണത്. അത് ശരി. കനം കുറച്ചരിഞ്ഞാ മതി ഒലർത്താനാവുമ്പോ. ഈ ഒരു കനത്തിൽ അരിഞ്ഞാൽ അത് മതി. തളിരി പോലെ അരിയണവരും ഉണ്ട്. ഇച്ചിരി വേവിക്കണം വെള്ളം ഒഴിച്ച്. എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ചതച്ചിട്ട് ഒലർത്താം. അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു നേരത്തെ കറിയാണ്. വളരെ രുചികരമാണ്. എന്റെയൊക്കെ ഫേവററ്റ് സാധനങ്ങളിൽ ഒന്നാണിത്. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ്. കാരണം പണ്ട് കാലത്ത് ഒരു കറിയാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാനും പറ്റും. മമ്മ എന്നത് എത്രയും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന അത്രയും ഈസി ആയിട്ട് രുചികരവുമായിട്ടാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. സോ നമുക്ക് കാണാം. ഇനി നമ്മള് കടച്ചക്ക ഒരു 3-4 ട്രിപ്പ് നമ്മൾ കഴുകി വാരി അതിന്റെ കറയൊക്കെ കളഞ്ഞിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇച്ചിരി അതിന് പാകത്തിനുള്ള ഉപ്പും ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. കറിവേപ്പില ഇടാല്ലേ? അത് ഇതുപോലെ ചെയ്താൽ മതി. ഞാൻ വേപ്പില ഇട്ടിച്ചിരി വേവിക്കുമ്പോ പിന്നെ ഒലത്തുമ്പോൾ ഇച്ചിരി വേപ്പില ചേർക്കും. വേപ്പില എപ്പോഴും നല്ലതല്ലേ കറിക്ക്. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിന് വേവണം. ഇച്ചിരി മൂപ്പ് കുറവുണ്ടെന്ന് തോന്നണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. കുഴയോന്നറിയില്ല. നന്നായിട്ട് മൂത്തതാണെങ്കിൽ ശരിക്കും കുഴയും. ഈ ചക്കയുടെ പോലെ തന്നെ ഇതിനുമുണ്ട് വരിക്കയും കൂഴ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും. മമ്മിയുടെ കൂഴച്ചക്കയാ ഈ കടച്ചക്ക. അത് നല്ല രുചിയുമാണ് മമ്മിയുടെ അടുത്ത്. ഇതിപ്പോ നമുക്ക് മേടിക്കണോണ്ട് ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അരിഞ്ഞേക്കണം. ഇങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കടച്ചക്ക വെന്ത് വേറെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുത്തതാട്ടോ. ഇനി നമ്മൾ ചുമന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില, സ്വല്പം കുരുമുളക് ചേർത്ത് ചതച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂത്ത് കഴിയുമ്പോൾ ഇട്ട് ഉലർത്തിയെടുക്കണം. ഇത് എത്ര സമയം എടുത്തു വേവാൻ? ഇത് ഈ മേടിക്കുന്ന ചക്കയായിരുന്നു. ഒരു 10 മിനിറ്റ് കഷ്ടി എടുത്തെന്ന് തോന്നണം. എന്നാന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര കടുപ്പ, അത്ര ടേസ്റ്റ് ഇല്ല. വെള്ളമൊക്കെ വറ്റി വരുമ്പോഴാണോ നമ്മള്? വെള്ളം വറ്റി വരുമ്പോഴും ചിലത് വേവൂല, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. ഇത് പിന്നെ ഞാൻ അതനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാ വെച്ചത് നമ്മള്. അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ വറ്റി വെന്തു. സിമ്മിലിട്ടാട്ടോ വേവിക്കണം. എടുത്ത് നമ്മൾ നോക്കണോ അല്ലേ ഇടയ്ക്ക്? നമ്മൾ ഈ കയ്യിൽ കൊണ്ട് കോരി എടുത്ത് ഞെക്കി നോക്കി അറിയാം വേവോ. അങ്ങനെ ഇപ്പൊ ടേസ്റ്റ് കുറവായിരിക്കും. ഇനിയിപ്പൊ നമുക്ക് ഒലത്താൻ നോക്കാം കേട്ടോ. നമ്മള് ചുമന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക് ചേർത്ത് ചതച്ച് പിന്നെ ഒരു വേവിക്കാൻ നേരത്തെ ഒരു സ്വല്പം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നാലും 1-2 വേപ്പില കൂടെ ഇട്ടേക്കാം. വേപ്പില ഇട്ട് ഇത് മൂട്ട് വരുമ്പോൾ നമുക്ക് ചതച്ച മുളക് പൊടി ചേർക്കണം. എന്നിട്ട് നമുക്ക് അത് വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചയ്ക്ക് അതിലേക്ക് ഇട്ട് ഇളക്കി തോർത്തി എടുക്കണം. ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടോ. ഉള്ളി ഒരുവിധം മൂപ്പായി. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി മതിയാവും. എരിവിന് ഞാൻ ഇച്ചിരി ഇത് ചേർത്തിട്ടുണ്ട്, ഈ കുരുമുളക്. കാരണം ഇത് മതിയാവും. ഒത്തിരി എരിവായ കഴിക്കാൻ പാടില്ല. ചതച്ച മുളക് പൊടി. മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടാ വേവിച്ചേക്കണം. ഇപ്പം ഇത് മൂക്കുമ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇത് മൂട്ടു ഇതിലേക്ക് ഇടുവാട്ടോ ഉളപ്പാനായിട്ട്. ഉള്ളിയും മുളകും ചതച്ച് വിട്ടേച്ച് മുളക് പൊടി ഇട്ട് മൂത്തോന്ന് അറിയാനായിട്ട് ന്യൂ ജനറേഷൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം. നമ്മൾ മുളക് പൊടി മൂത്തോന്ന് അറിയാൻ നമ്മൾ ഈ ഇളക്കണ കയ്യിലില്ലേ, ചീനിച്ചട്ടി ചട്ടുകോ കയ്യിൽ ഏതാന്ന് വെച്ചാൽ അത് നമ്മൾ ഇതിലേക്ക് ഞാൻ വെച്ച് നോക്കുമ്പോൾ ഒരു
എന്നൊരൊച്ച കേൾക്കും. ഒരു ചെറിയ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മൂത്തെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം അതിലേക്ക് ഇടാം. കരിഞ്ഞ സാധനം ഇടണം. അതിങ്ങനെ ഈ സ്പൂണോ ചട്ടുക എന്നാന്ന് വെച്ചാൽ വെളിച്ചെണ്ണ മുളക് പൊടി ചതച്ച് ചെയ്തിട്ടേക്ക് മുളക് പൊടി ഇട്ടേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഇങ്ങനെ. അപ്പം അതിൻ്റെ അർത്ഥം അത് പാകമായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ മുളക് പൊടി ഉള്ളിയൊക്കെ കൂടെ അരച്ചിടാനായിട്ട്. അപ്പം അന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അത്. അമ്മരൊക്കെ ചെറുപ്പത്തിൽ അവിടുത്തെ അമ്മ അങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഇതിപ്പോൾ ഇളക്കൊന്നും വേണ്ട. ഇതായി ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ആയാൽ മതി. ഇച്ചിരി നേരം ഒന്ന് മൂടി വെച്ചേട്ടോ, ഒരു 2-3 മിനിറ്റ്. സിമ്മില അല്ലെങ്കിൽ കരിയൂല, അടി പിടിക്കൂല. ഇത് നമ്മൾ നോൺ സ്റ്റിക്കിലൊന്നും അല്ലല്ലോ പോലെ ചെയ്യണം. ഇതൊന്നും ഉലർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഒരു 2-3 മിനിറ്റ് ഗ്യാസ് സിമ്മിലിട്ട് വെച്ച്. ടേസ്റ്റ് കുറവായിരുന്നു. നമ്മുടെ കടച്ചക്ക ഉലർത്ത് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. മമ്മ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തുവാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് എൻ്റെ ചെറുപ്പത്തിലേക്ക്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ കടച്ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഒരു നേരത്തെ കറിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സൂപ്പർ കടച്ചക്ക ഉലർത്ത് ഇവിടെ റെഡിയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല രുചികരമായിട്ടുള്ളൊരു കൂട്ടം കറിയാണ്. കണ്ടോ, ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കഞ്ഞിക്കൊപ്പം ചോറിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സെർച്ച് ചെയ്യാതെ തന്നെ നമ്മൾ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സെർച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ മമ്മാസ് കിച്ചണിലെ ഓരോ സിമ്പിൾ ആയിട്ടുള്ള ട്രഡീഷണൽ ഡിഷസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.